الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ഒരു മാസക്കാലത്തെ ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനവും അതിനെ തുടർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈദുൽ ഫിത്തറും ആഘോഷിച്ചതിനു ശേഷം നാം വീണ്ടും അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരു മാസക്കാലം തീവ്രമായ പരിശീലനത്തിന്റെ കാലഘട്ടമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് രംഗം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ട്രെയിനിങ്ങിന് വലിയ പ്രാധാന്യമാണ് നൽകപ്പെടാറുള്ളത്. ഓരോ ജോലി ചെയ്യുന്ന ആളുകൾക്കായിരുന്നാലും അധ്യാപകർക്കായിരുന്നാലും ബിസിനസ്സുകാർക്കായിരുന്നാലും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ ട്രെയിനിങ്, ആവശ്യമായ പരിശീലനം നൽകുന്ന ഒരു ഏർപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി വലിയ പദ്ധതികളാണ് നടപ്പാക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ആത്മീയമായി ശുദ്ധീകരിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു പരിശീലന പരിപാടിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പരിശീലന കാലവും യഥാർത്ഥത്തിൽ ആ പരിശീലന കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല. അങ്ങനെ ഒരു ട്രെയിനിങ്ങും ഉണ്ടാകാറില്ല. ട്രെയിനിങ് കാലത്തേക്ക് മാത്രം ഒരു ട്രെയിനിങ്, മറിച്ച് ആ ട്രെയിനിങ്ങിലൂടെ ഭാവിയിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തെ ഏതെല്ലാം നിലയ്ക്ക് മെച്ചപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമോ, നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി മാറ്റാൻ സാധിക്കുമോ, അതിനാവശ്യമായിരിക്കുന്ന പരിശീലനമാണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ നൽകപ്പെടാറുള്ളത്. ആ നിലക്ക് നമ്മൾ ആലോചിക്കുക. ഈദ്ഗായിൽ വെച്ച് പെരുന്നാൾ സുദിനത്തിൽ നാം എടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുത്തിരിക്കുന്ന ആത്മവിശുദ്ധി നമ്മുടെ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കും എന്നുള്ളതാണ്. ആ പ്രതിജ്ഞ നിറവേറ്റുവാൻ നാം എന്തു വേണം എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ആലോചിക്കുവാനുള്ളത്. അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കേണ്ടുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലാണ്. നാം പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ചെയ്തിരിക്കുന്ന ഒരു മാസക്കാലത്തെ നോമ്പും മറ്റ് പുണ്യകരമായ കർമ്മങ്ങളുമെല്ലാം സ്വീകരിക്കപ്പെടണമേ എന്നുള്ള ഒരു തേട്ടമാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറുഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ
ഭാവിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നാം നേടിയെടുത്തിരിക്കുന്ന ഈ നേട്ടങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന കൂടി നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കർമ്മം നിർവഹിച്ചു. പരിശുദ്ധ കഅബ മന്ദിരത്തിന്റെ പടവുകൾ പടുത്തുയർത്തുന്ന ജോലി. ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ആ ശ്രേഷ്ഠകരമായ ജോലി പൂർത്തിയാക്കിയ ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലെ 127 വചനത്തിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിരന്തരമായി ചൊല്ലാറുള്ള ഈ പ്രാർത്ഥന അതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലം നാം ചെയ്തിരിക്കുന്ന നമസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും ഖുർആൻ പാരായണമായിരുന്നാലും പാപമോചനമായിരുന്നാലും ഇസ്തിഗ്ഫാറായിരുന്നാലും അതുപോലെ തന്നെ നാം ചൊല്ലിയിരിക്കുന്ന ദിക്റുകളും ദുആകളുമായിരുന്നാലും നാം നിർവഹിച്ചിരിക്കുന്ന സക്കാത്തും സദഖയുമായിരുന്നാലും അങ്ങനെ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിരുന്നുവോ ആ മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമേ എന്ന ആത്മാർത്ഥമായ തേട്ടമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. രണ്ടാമത്തത്, നമുക്ക് സൂറത്ത് ആലി ഇംറാനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന, ഒരു കാര്യം കാണാൻ സാധിക്കും. അവിടെ റബ്ബനാ ലാ തുസി ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് സന്മാർഗം ലഭിച്ചതിന് ശേഷം നീ ഞങ്ങളെ അതിൽ നിന്ന് തെറ്റിച്ചു കളയരുതേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഉലുൽ അൽബാബ്, ബുദ്ധിശാലികളായ ആളുകളുടെ ക്വാളിറ്റീസ് വിശദീകരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര അർത്ഥവത്താണ്. നമ്മുടെ ഹിദായത്ത് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു തന്നതിന്, മാർഗദർശനം നൽകിയതിന് നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി എന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, പെരുന്നാളിന് നാം മുഴക്കിയിരുന്ന തക്ബീറിന്റെ അന്തസ്സത്ത എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, ആ ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ചതിന് ശേഷം അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു മാർഗദർശനം, ഒരു ഹിദായത്ത് നൽകിയതിലുള്ള അത്യധികം സന്തോഷമാണ്. അതിന് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ നന്ദിയാണ് ആ തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഹിദായത്തിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ആ പ്രാർത്ഥന ഒന്നുകൂടി നമ്മൾ വായിക്കുക. റബ്ബനാ ലാ തുസി ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങൾക്ക് ഈ നിലക്കുള്ള ഒരു സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ വഴിതെറ്റിച്ച് കളയരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഇന്നക അൻതൽ വഹാബ്, നീ ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു എന്നതാണ്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥന പ്രവാചക വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലെങ്കിൽ സബ്ബിത് ഖൽബി അലാ ദീനിക്. രണ്ട് റിവായത്തുകളുമുണ്ട്. ഒന്ന് എന്റെ എന്നുള്ള അർത്ഥം വരും, മറ്റൊന്ന് ഞങ്ങൾ എന്ന ബഹുവചന പ്രയോഗം വരും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനുഷ്യ മനസ്സുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഈ രണ്ട് കാര്യവും, ഒന്ന് നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കപ്പെടണം എന്നുള്ളത്, രണ്ടാമത്തത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹവും തേട്ടവുമായിരിക്കട്ടെ എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സൂറത്തുൽ അൻഫാലിലെ 2-3 വചനങ്ങളാണ് എന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത്. ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. നോക്കൂ, നമ്മൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിടെ സൂചിപ്പിക്കൽ തീർച്ചയായും സത്യവിശ്വാസികളുടെ പ്രത്യേകതകൾ പറയുകയാണ്. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ, അവനെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്ന ഈമാനൻ വഹ്തിസാബ, ധാരാളം പ്രാവശ്യം നമ്മൾ കേട്ട വചനമാണ്. നോമ്പിനെക്കുറിച്ച്, രാത്രി നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നിർവഹിച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏത് കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ ഈമാനിനെ ശക്തിപ്പെടുത്തിയെടുക്കാൻ,
അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ, അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ, അവനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നടുക്കമുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിൽ ചലനമുണ്ടാകണം. ആ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വിചാരവും വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം. അള്ളാഹു തുടർന്നുകൊണ്ട് പറഞ്ഞു, വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു, അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. അതുകൊണ്ട് റമളാൻ നമ്മളോട് യാത്ര ചോദിച്ചു എങ്കിലും റമളാനിന്റെ ആശയം, അത് നമുക്ക് നൽകുന്ന സന്ദേശം, ആ റമളാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാത്ത വിധം തുടർന്നുകൊണ്ട് നിലനിർത്താൻ സാധിക്കുക നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരാണ്, തവക്കുലാക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ ഉത്കർഷം, അതിന് നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കുവാൻ, അതിനെ ശക്തിപ്പെടുത്തിയെടുക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിരന്തരമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. അവന്റെ വിചാരണയെക്കുറിച്ചും അവൻ നമുക്ക് നൽകുന്ന രക്ഷാശിക്ഷകളെക്കുറിച്ചും പരലോകത്തെ മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചും അവിടെ വരാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയവരാണ്. നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും പിശാചി ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, റമളാനിന് ശേഷം ആ അടയ്ക്കപ്പെട്ട നരകത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതാവരുത്. ആ തുറന്നുവെക്കപ്പെട്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെടുന്നതാവരുത്. അന്ന് ബന്ധനസ്ഥനാക്കപ്പെട്ട പിശാച് അവൻ കെട്ടഴിച്ചുവിടപ്പെടുന്ന സാഹചര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക. റമളാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറയാത്ത വിധം റമളാൻ നമുക്ക് നൽകിയിരിക്കുന്ന സകലമായ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നെഞ്ചേറ്റുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ട് ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, റമളാനിൽ നമുക്ക് എല്ലാ പള്ളികളും നിറഞ്ഞു കവിയുന്ന അവസ്ഥാവിശേഷമാണ് കാണാൻ സാധിച്ചത്. ജുമകൾ, ജമാഅത്ത് നമസ്കാരത്തിന്, രാത്രി നമസ്കാരത്തിന്, അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പള്ളികൾ വിശ്വാസികളെ കൊണ്ട് നിറയുകയായിരുന്നു. പക്ഷെ റമളാൻ യാത്ര ചോദിക്കുന്നതോടുകൂടി ജമാഅത്തുകളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇന്ന് രാവിലെ സുബൈക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ റമളാനിലെ അവസാനത്തെ 10 ആളുകളുടെ എണ്ണവുമായി തുലനം ചെയ്തു നോക്കിയാൽ എത്ര ശതമാനം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് നമ്മൾ റമളാനിനെ വിലയിരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഓരോ സന്ദർഭങ്ങളിലും സലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൽ ഫർദ്, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിന്റെ എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ് ജമാഅത്തായി നമസ്കരിക്കുന്നത്. ബിസബിഇൻ വഇശ്രീന ദറജ, അതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ ഒരു നേരം നമസ്കരിക്കുന്നത് അതിന്റെ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുവാൻ ജമാഅത്ത് നമസ്കാരം കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ സന്നിധിയിലേക്ക് അന്ധനായ മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പള്ളിയിലേക്ക് വരാൻ, എന്റെ കൂടെ വരാൻ ആളുകളില്ലാത്ത പ്രയാസമുണ്ട്. പ്രവാചകൻ അവിടെ തൽക്കാലം ജമാഅത്തിന് വരേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു. അദ്ദേഹം തിരിച്ചു പോവുകയാണ് പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന്. പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ തസ്മഉൻ നിദാഅ ബിസ്സലാഹ്, നീ പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന്റെ വിളി കേൾക്കാറുണ്ടോ എന്നതായിരുന്നു പ്രവാചകന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഖാലന അം, അതെ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ആ അന്ധനായ മനുഷ്യനോട് നേരത്തെ പ്രവാചകൻ ഇളവനുവദിച്ചിരുന്നു എങ്കിലും പ്രവാചകൻ അവിടെ തിരുത്തി പഠിപ്പിച്ചു കൊടുത്തു, ഖാല ഫഅജിബ്, ആ വിളി കേൾക്കാറുണ്ടെങ്കിൽ നീ വിളിക്ക് ഉത്തരം നൽകണം എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ജമാഅത്തിന്റെ ബാങ്ക് വിളി കേൾക്കാത്ത ആരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? എത്ര പള്ളിയിൽ നിന്നാണ് ബാങ്ക് കേൾക്കുന്നത് എന്നതാണ് പ്രശ്നം. കേൾക്കാത്ത ഒരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. അപ്പോൾ ആ ബാങ്കിന് ഉത്തരം ചെയ്യാൻ, ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരാൻ ഞാനും നിങ്ങളും റമളാനിന് ശേഷവും സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കൂ, വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമുക്കറിയാം. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മൻ തവല്ലഹ, ആരെങ്കിലും ഉളു ചെയ്യുകയും ഫഅഹ്സനൽ ഉളു നന്നാക്കി ചെയ്യുകയും ചെയ്തുകൊണ്ട് സുമ്മ അതൽ ജുമുഅ, അവൻ ജുമുഅക്ക് വരികയും ഫസ്തമഅ വഅൻസത, ശ്രദ്ധാപൂർവം ഖുത്ബ ശ്രവിക്കുകയും അവിടെ മൗനം പാലിക്കുകയും ചെയ്താൽ
ഉഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅ വസിയാദത്തു സലാസത്തു അയ്യാം. ഒരു ജുമയുടെയും അടുത്ത ജുമയുടെയും ഇടക്ക് ഒരാഴ്ചത്തെ കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക ഓഫർ 3 ദിവസം കൂടി 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, കേവലം ജുമയ്ക്ക് അവസാനം വന്ന് കൈകെട്ടി നമസ്കരിച്ച് തിരിച്ചു പോകുക എന്നത് മാത്രമല്ല, ആ ജുമയിലേക്ക് വരുമ്പോൾ തന്നെ ഉളു എടുത്തുകൊണ്ട്, അതും ഉളു വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട്, നല്ല നിലയിൽ ഉളു നിർവഹിച്ചുകൊണ്ട് ആ നിയ്യത്തോടുകൂടി ജുമയ്ക്ക് വരികയും ആ ജുമയിൽ വന്നതിന് ശേഷം ഖുത്ബ ശ്രദ്ധാപൂർവം കേൾക്കുകയും, ഇസ്തമ എന്ന അറബി ഭാഷയിലെ പ്രയോഗം സാധാരണ കേൾവിക്ക് ഉപയോഗിക്കുന്നതല്ല, ശ്രദ്ധാപൂർവം കേൾക്കുന്നതിന് പറയുന്ന വാക്കാണ്. അങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായ മൗനത്തോടുകൂടി എന്തെങ്കിലും ചെറിയ ചലനങ്ങൾ പോലും ഉണ്ടായാൽ അറിയാത്ത വിധം സൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടി അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ അവന്റെ 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു പള്ളിയും നമ്മളും തമ്മിലുള്ള ബന്ധം എത്ര ശ്രേഷ്ഠമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. നോക്കൂ, നമ്മൾ യുദില്ലുഹും, അന്ന് നമുക്ക് പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അർശിന്റെ തണൽ നൽകപ്പെടുന്ന 7 വിഭാഗം ആളുകളെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുകയുണ്ടായി. യൗമലാ ലില്ല ഇല്ലാ ലില്ലു, അവന്റെ ലില്ലല്ലാതെ, ആ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല. നമുക്കറിയാം, നമ്മിന്ന് അത്യുഷ്ണം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ആ ഉഷ്ണ സമയത്ത് എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയാൽ നമുക്കെന്തൊരു ആശ്വാസമാണ്. ഒരു ഫാനിന്റെ ചുവട്ടിലെത്തിയാൽ നമുക്കെന്തൊരു സൗകര്യമാണ്. ഏതെങ്കിലും AC-യുള്ള സ്ഥലത്തേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മൾ എന്തുമാത്രം സംതൃപ്തരാണ്. പരലോകത്ത് എത്രയോ അനേക പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യതാപം ഏറ്റുകൊണ്ടാണ് നമ്മൾ ഇത്രയും സന്തോഷിക്കുന്നത്. ഒരു ചാൺ ഉയരത്തിൽ യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ മഹ്ശറിൽ വെച്ച് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന, ആ മഹാനുഗ്രഹം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ 7 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ആളുകളുടെ പ്രത്യേകത പറഞ്ഞത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അവരുടെ മനസ്സുകൾ പള്ളിയുമായി ബന്ധിതമാകുന്നു എന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് പള്ളിയുമായി ബന്ധിക്കപ്പെടുന്നത്? നാം നേരത്തെ പറഞ്ഞ ജുമയിലും ജമാഅത്തിലും മറ്റു കാര്യങ്ങളിലുമായി പള്ളിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട്, ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിയെടുക്കുകയും പള്ളിയുടെ പരിപാലനത്തിലും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലും ഏർപ്പെടുകയും ചെയ്യുക എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ പരിശോധിച്ചു നോക്കൂ, റമദാനിൽ രാത്രി നമസ്കാരത്തിൽ നമ്മളെല്ലാം അത്യുത്സാഹപൂർവ്വം പങ്കെടുക്കുകയുണ്ടായി. പാതിരാ സമയത്ത് പോലും രാത്രി നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, റമദാൻ അവസാനിക്കുന്നതോടുകൂടി രാത്രി നമസ്കാരം അവസാനിക്കുന്നില്ല. നമ്മളതിന് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നു, ഖിയാമു റമദാൻ എന്ന് പറയുന്നു, തഹജ്ജുദ് എന്ന് പറയുന്നു, വിത്ർ എന്ന് പറയുന്നു, തറാവീഹ് എന്ന് പറയുന്നു. ഈ 5 പേരിൽ അറിയപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഒരു നമസ്കാരം തന്നെയാണ്. അത് രാത്രിയായതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്നും, റമദാനിലാകുമ്പോൾ ഖിയാമു റമദാൻ എന്നും, ഉറക്കൊഴിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുമ്പോൾ തഹജ്ജുദെന്നും, ഒറ്റയായി നമസ്കരിക്കുന്നതുകൊണ്ട് അതിനെ വിത്റെന്നും, വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് തറാവീഹ് എന്നും പറയുന്നു എന്ന വ്യത്യാസമല്ലാതെ നമസ്കാരം, ഇശാ നമസ്കാരവും അതിനുശേഷമുള്ള റവാത്തിബ് സുന്നത്തും കഴിഞ്ഞതിനു ശേഷം സുബൈ ആരംഭിക്കുന്നതിന് മുമ്പ്, സുബൈന്റെ സമയം ആകുന്നതിന് മുമ്പുള്ള ആ സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. ആ നമസ്കാരം ഒറ്റയായിട്ടാണ് അവസാനിപ്പിക്കപ്പെട്ടിരുന്നത്. ഇത് പ്രത്യേകമായി ജമാഅത്തായി സംഘടിപ്പിക്കപ്പെട്ടത് റമദാനിലായിരുന്നു എന്ന സവിശേഷതയല്ലാതെ റമദാനിൽ മാത്രമുള്ള നമസ്കാരമല്ല അത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നിലനിർത്താൻ സാധിക്കണം. ഖുർആൻ പറഞ്ഞു, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയുടെ സമയങ്ങളിൽ വളരെ കുറച്ചു നേരം മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നു. വബിൽ അസ്ഹാരിയും യസ്തഗ്ഫിറൂൻ, നമ്മൾ അത്താഴത്തിനു വേണ്ടി എഴുന്നേൽക്കുന്ന സമയം, ആ അത്താഴത്തിന്റെ സമയം നമുക്കിന്ന് പരിചിതമാണ്. ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അവർ പാപമോചനം തേടുന്നവരാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, ആ സമയം നമുക്കിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ 1 മാസം കൊണ്ട് പരിശീലിച്ചു. ആ പരിശീലനം ഉപയോഗപ്പെടുത്തി ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് മിനിമം 3 റക്അത്തെങ്കിലും, മാക്സിമം 11 റക്അത്ത് വരെ നമുക്ക് നമസ്കരിക്കാവുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് ആ നമസ്കാരം ഒരു ശീലമാക്കാൻ ഇപ്പോൾ ശീലമാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിന് സാധിക്കണം. കഴിഞ്ഞ റമദാൻ വരെ 3 റക്അത്താണ് ഞാൻ നമസ്കരിച്ചിരുന്നെങ്കിൽ ഞാനത് വർദ്ധിപ്പിച്ചുകൊണ്ട് 11 റക്അത്ത് വരെ നമസ്കരിക്കും എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അംർ ബിൻ ആസിന്റെ മകൻ അബ്ദുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ, ഏ അബ്ദുല്ലാഹ്
നീ ഒരു മനുഷ്യന്റെ മാതിരിയാകരുത്. എന്താ മനുഷ്യന്റെ പ്രത്യേകത? കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമൽ ലൈൽ. അദ്ദേഹം രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു, പിന്നീട് രാത്രി നമസ്കാരം ഉപേക്ഷിച്ചു. മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് പ്രവാചകൻ പറയുകയാണ്, അബ്ദുല്ലാ എന്ന് വിളിച്ചുകൊണ്ട് നീ ഒരാളെപ്പോലെ ആകരുത്. ഏതാളെപ്പോലെ? അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. സുംഫതറക ഖിയാമൽ ലൈൽ, പിന്നീട് ആ ഖിയാമുൽ ലൈൽ അദ്ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, നോമ്പ് കാലത്ത് നമ്മളൊക്കെ ഖിയാമുൽ ലൈൽ നിർവഹിച്ചു, രാത്രി നമസ്കാരം നിർവഹിച്ചു. നോമ്പ് കഴിയുന്നതോടുകൂടി അത് ഉപേക്ഷിച്ചു. ആ രൂപത്തിൽ നമ്മൾ ആവരുത് എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹിയുടെ മകൻ സാലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അൻ അബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എത്ര നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രിയിലെ നമസ്കാരം കൂടി നിർവഹിച്ചിരുന്നു എങ്കിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ്. അവിടെ പറയുന്നു, അബ്ദുല്ലാ അദ്ദേഹം രാത്രി നമസ്കാരം കൂടി നിർവഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ റിപ്പോർട്ട് ചെയ്യുന്നു, ഫകാന അബ്ദുല്ലാ ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. പ്രവാചകൻ ഇത് പറഞ്ഞതിനു ശേഷം അദ്ദേഹം രാത്രിയിൽ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നമസ്കാരം ശീലമാക്കുകയുണ്ടായി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രാത്രി നമസ്കാരം നമ്മൾ ഇനി അങ്ങോട്ട് നിലനിർത്തുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാതു ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുവോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. റമളാൻ വിട പറയുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നിലനിർത്താൻ സാധിക്കും എന്ന ചർച്ചയിലാണ് നമ്മളുള്ളത്. വളരെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരു മാസം നമ്മൾ നോമ്പെടുത്തു. നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ഒരാൾ റമളാനിലെ ഒരു മാസക്കാലം നോമ്പെടുക്കുകയും അതിനുശേഷം ശവ്വാലിലെ 6 ദിവസം നോമ്പെടുക്കുകയും ചെയ്താൽ വർഷം മുഴുവനും നോമ്പെടുത്തതിന് തുല്യമാകുന്നു എന്നാണ്. പണ്ഡിതന്മാർ ഇതിന് നൽകിയ വിവക്ഷ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മാസം നോമ്പെടുത്താൽ മിനിമം 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ 10 മാസം നോമ്പെടുത്ത കൂലിയായി. പിന്നെ 6 ദിവസം കൂടി നോമ്പെടുത്താൽ 2 മാസം കൂടി നോമ്പെടുത്ത കൂലിയായി. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ശീലമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 12 മാസവും ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തതിന് തുല്യമായി തീരും. അങ്ങനെ എല്ലാ വർഷവും അവൻ ആവർത്തിക്കുമ്പോൾ കാലം മുഴുവനും നോമ്പെടുത്തതിന് തുല്യമായി തീരും എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോഴും ശ്രേഷ്ഠതയുണ്ട്. ഇത് ശവ്വാലിലെ 2-ാം തീയതി മുതൽ തന്നെ തുടർച്ചയായ 6 ദിവസമാകണോ? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. പൊതുവെ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ശവ്വാലിലെ 6 ദിവസമായാൽ മതി എന്നുള്ളതാണ്. ശവ്വാലിന് ശേഷം അതിന് പ്രത്യേകതയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തുടർച്ചയായിട്ട് നോക്കുന്നത് ശ്രേഷ്ഠകരമാകുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിലും ശവ്വാലിൽ 6 ദിവസം കൂടി നോക്കിവിട്ടാൻ സാധിക്കും. പക്ഷേ കടമുള്ള നോമ്പും ഇതും കൂടി ചേർത്ത് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, പറന്ന് നമ്മൾ അന്ന് നോറ്റുവീട്ടാൻ കഴിയാത്ത നോമ്പ് നിർബന്ധമായും നമ്മിൽ ബാധ്യതയുള്ള നോമ്പാണ്. അത് ആ നിയ്യത്തോടു കൂടി തന്നെ നോറ്റുവിട്ടേണ്ടതാണ്. ഇത് ഐച്ഛികമായ സുന്നത്ത് നോമ്പാണ്. അത് വേറെ നിയ്യത്തോടു കൂടി തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മാസത്തിൽ സൗമു സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ സൗമു ദഹ്റു കുല്ലിഹി, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മാസത്തിലെ 3 ദിവസം നോമ്പെടുക്കുന്നത് കാലം മുഴുവനും ഒരു വർഷം മുഴുവനും നോമ്പെടുക്കുന്നതിന് തുല്യമാകുന്നു. അതും ഇതുപോലെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും 3 ദിവസം നോമ്പെടുത്താൽ ഒരു മാസം നോമ്പെടുത്തതിന് തുല്യമായി. അങ്ങനെ 10 മാസവും ഒരു കൊല്ലത്തെ മാസങ്ങൾ മുഴുവനും അങ്ങനെ 3 ദിവസം നോമ്പെടുത്താൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തതിന് തുല്യമായി. ആ ദിവസങ്ങൾ ഹദീസിൽ പരിശോധിച്ചാൽ ഹിജറ മാസം 13, 14, 15 അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന ദിവസങ്ങളാണ്, പൗർണമിയുടെ ദിവസങ്ങളാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് സിയാമുൽ ബീദ് എന്ന് പറയാറുമുണ്ട്. അപ്പോൾ ആ 13, 14, 15 തീയതികളുടെ നോമ്പ്, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക.
അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യമാണ് തിങ്കളും വേഴവുമുള്ള നോമ്പ്. തുറലുൽ അമാലി യൗമൽ ഇസ്നൈനി വൽ ഹമീസ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വേഴവും തിങ്കളും നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ഫൗഹിബ്ബു അൻ യുറൽ അമലി വാന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ കർമ്മങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരമാവധി സുന്നത്തുകൾ മുറുകെ പിടിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക, റമളാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആത്മീയമായ ഉത്കർഷം ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേകമായ കാര്യം ഓർമ്മപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന അബ്ദുറഹീമിന് സൗദി കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിട്ടുണ്ട്. എങ്കിലും വലിയ ഒരു തുക അദ്ദേഹം അടയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ പണം കണക്കുകൂട്ടിയാൽ 34 കോടി രൂപയോളം നമ്മുടെ ഇന്ത്യൻ എംബസി മുഖേന അവിടെ അടച്ചെങ്കിലാണ് അദ്ദേഹത്തിന് ജയിൽ മോചനം ലഭിക്കുകയും ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കളക്ഷൻ നടത്തിയിട്ടുണ്ട്. 25 കോടി രൂപയിലധികം അതിലൂടെ പിരിച്ചെടുക്കാൻ സംഭരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന വാർത്ത. ഇനി നമുക്ക് 9 കോടി രൂപ കൂടി വേണം. അതിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പരമാവധി സഹായമുണ്ടാകണം. ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കലക്ഷൻ അതിനുവേണ്ടിയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വന്നുപോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാഥ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ഫലസ്തീനിൽ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അവിടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കുകയും അവരുടെ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യണമേ. നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസവും ആചാരവും സംസ്കാരവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസ്ഥാവിശേഷം ഇവിടെ നിലനിൽക്കണം. നാഥ, അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരികയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൽ ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലനാ വലിവാലിദിനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിആറ. اللهم أحينا للكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان. اللهم اشفي أمراض مرضانا. اللهم اشفي أمراض مرضانا. اللهم اشفي أمراض مرضانا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.